ഇത് കഴിഞ്ഞാൽ വരുന്നത് എൻട്രൻസ് പരീക്ഷയാണ്. എൻട്രൻസ് ചിലർ എഴുതുന്നുണ്ടാവും, ചിലർ എഴുതുന്നുണ്ടാവില്ല. എഴുതാത്തവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഡിഗ്രി കോഴ്സ് ഏറ്റവും നല്ലത്, ഏറ്റവും സ്യൂട്ടബിളായത് ഏതാണെന്ന് കണ്ടെത്തണം. ധാരാളം ഡിഗ്രി കോഴ്സുകളുണ്ട്. +1 സ്ട്രീം പോലെയല്ല, അനേകം ഡിഗ്രി കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് കണ്ടെത്തുക. ഇനി +2 എൻട്രൻസ് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ പ്രൊഫഷണലായി പോകാവുന്നതാണ്. കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. കാരണം എത്ര സീറ്റുണ്ടോ അത്രയും ടോപ്പ് സ്കോർ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അഥവാ എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ഡിഗ്രിക്ക് ഏതിനാണ് പോകേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനും ഈ MI അസസ്മെൻറ്റ് ഉപകാരപ്പെടുന്നു. അതുപോലെ PG ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ ഇത് ഉപകാരപ്പെടുന്നു. അതുകൂടാതെ റിസർച്ചിലൊക്കെ കപ്പാസിറ്റിയുള്ള കുട്ടിയാണെങ്കിൽ റിസർച്ചിന് കപ്പാസിറ്റി ഉണ്ടോ എന്നറിയാനും ഈ MI അസസ്മെൻറ്റ് ഉപകാരപ്പെടുന്നു. കാരണം എല്ലാവർക്കും ഡിഗ്രി, PG, PhD വരെ പോകാനൊന്നും സാധിക്കണമെന്നില്ല, അതിനുള്ള താല്പര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ ഡിഗ്രി കഴിയുമ്പോൾ ഒരു ജോലിയിലേക്ക് പോകേണ്ടതുണ്ടാവും. ചിലർ PG കഴിഞ്ഞാൽ ഒരു ജോലിയിലേക്ക് കയറേണ്ടതുണ്ടാവും. റിസർച്ച് വരെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ റിസർച്ചിന് കപ്പാസിറ്റിയുള്ള കുട്ടികളെ കണ്ടെത്താൻ ഇതുവഴി സാധിക്കുന്നു. ഒപ്പം തന്നെ അവർക്ക് ഏറ്റവും സ്യൂട്ടബിളായ ഗവേഷണ മേഖലകൾ കണ്ടെത്താൻ ഈ MI അസസ്മെൻറ്റ് വഴി സാധിക്കുന്നു.